നമസ്കാരം. മാധ്യമങ്ങളെയും മാധ്യമപ്രവർത്തകരെയും പച്ചമാംസം കഴിക്കുന്നവർ എന്ന് വിളിച്ച് അധിക്ഷേപിച്ച കായംകുളം MLA പ്രതിഭ സ്വയം പണി ചോദിച്ചു വാങ്ങി എന്ന് ഞാൻ മറ്റൊരു വീഡിയോയിലൂടെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ വിവാദം തുടരുകയാണ്. പ്രതിഭ തെറ്റ് തിരുത്താനോ നിലപാട് മാറ്റാനോ തയ്യാറാവുന്നില്ല. വാസ്തവത്തിൽ പ്രതിഭയ്ക്ക് ഇവിടെ എന്താണ് പിഴച്ചത് എന്ന് അവർക്ക് മനസ്സിലാക്കാൻ സോഷ്യൽ മീഡിയയിൽ ആവശ്യത്തിന് പോസ്റ്റുകളും ഇടപെടലുമുണ്ട്. അതിലൊരു പോസ്റ്റ് മാത്രം ഞാൻ ആദ്യം വായിച്ചു കേൾപ്പിക്കാം. ഷംസീർ എന്ന് പറയുന്ന കുറ്റ്യാടിക്കാരനായ ഒരു കോൺഗ്രസ് പ്രവർത്തകന്റെ പോസ്റ്റാണ്. അയാൾ പറഞ്ഞതിൽ ഒരുപാട് കാര്യമുണ്ട്. പ്രതിഭയ്ക്ക് അത് കേൾക്കാൻ സമയമുണ്ടെങ്കിൽ നല്ലത്. ലഹരി കേസിൽ മക്കൾ പിടിയിലായി എന്നത് ഒരു രക്ഷിതാവും ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത വാർത്തയാണ്. മനുഷ്യരോട് കരുണയുണ്ടാവുക എന്നത് രാഷ്ട്രീയ വിയോജിപ്പ് കൊണ്ട് ഇല്ലാതാകേണ്ട ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ പ്രതിഭ MLAയുടെ മകൻ ഉൾപ്പെട്ട ഗ്യാങ്ങിൽ നിന്നും കഞ്ചാവ്, അത് വലിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും പിടിച്ചെടുത്ത് എക്സൈസ് കേസ് രജിസ്റ്റർ ചെയ്ത് ജാമ്യത്തിൽ വിട്ടു എന്ന വാർത്ത കണ്ടപ്പോൾ ഭർത്താവില്ലാതെ ഒറ്റയ്ക്ക് മക്കളെ വളർത്തുന്ന ആ അമ്മയുടെ വേദനയാണ് മനസ്സിൽ വന്നത്. അവർ ലൈവിൽ വന്ന് തൻ്റെ മകൻ അങ്ങനെ ഒരു കേസിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴും അവരുടെ വേദന മനസ്സിലാക്കി നിശബ്ദത പാലിക്കാനാണ് ആഗ്രഹിച്ചത്. എന്നാൽ ഒരു വിഭാഗം സഖാക്കൾ ആ ന്യൂസ് ലൈവാക്കി നിർത്തണം എന്ന് കരുതിയാണോ എന്തോ ഫേസ്ബുക്കിലൊക്കെ ഇത് വ്യാജ റിപ്പോർട്ടാണ് എന്നും മാധ്യമങ്ങൾ പച്ചക്കള്ളം പറയുകയാണ് എന്നുമൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ബഹളമാണ്. മാധ്യമങ്ങൾ ചെയ്യുന്ന പണി വാർത്ത റിപ്പോർട്ട് ചെയ്യുക എന്നതാണ്. സാധാരണ നിലയ്ക്ക് ഒരു പ്രാദേശിക പേജിൽ 3 വരിയിൽ ഒതുങ്ങേണ്ട വാർത്തയേ ഉള്ളൂ എങ്കിലും MLAയുടെ മകനാകുമ്പോൾ അത് അങ്ങനെ അല്ലാതായി തീരും. എന്നാൽ അങ്ങനെ ഒരു സംഭവം തന്നെ ഇല്ല എന്ന നിലയ്ക്ക് സഖാക്കൾ നടത്തുന്ന വ്യാജ അവകാശവാദങ്ങൾ കണ്ടപ്പോൾ ആണ് അത് അന്വേഷിച്ചത്. ഒരു കൂട്ടം ചെറുപ്പക്കാർ കൂടിയിരുന്ന് കഞ്ചാവ് ഉപയോഗിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട ആരോ എക്സൈസിനെ അറിയിക്കുന്നു. എക്സൈസ് അവിടെ ഓടിയെത്തുന്നു. കഞ്ചാവ് അടിച്ച് കിറങ്ങി നിൽക്കുന്ന ആ ഗ്യാങ്ങിനെയും അവർ കഞ്ചാവ് വലിക്കാൻ ഉപയോഗിച്ച് കുഴലും അവശേഷിച്ച് അല്പം കഞ്ചാവും പിടിച്ചെടുക്കുന്നു. കൊണ്ടുപോയി സ്റ്റേഷനിൽ വെച്ച് കേസ് ചാർജ് ചെയ്യാൻ ഓരോരുത്തരുടെയും അഡ്രസ് ചോദിക്കുമ്പോഴാണ് ഒന്ന് MLAയുടെ മകൻ ആണെന്ന് അറിയുന്നത്. അവർ പെറ്റി കേസെടുത്ത് എല്ലാവരെയും വിട്ടയക്കുന്നു. 3 ഗ്രാം കഞ്ചാവൊക്കെ കൊണ്ട് പിടിയിലായാൽ അത്രയേ പറ്റൂ, കൂടുതൽ അതിന്റെ പുറകെ പോകേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നു. അപ്പോഴേക്കും മാധ്യമങ്ങൾ വിവരം അറിയുന്നു. അവർ ഇത് റിപ്പോർട്ട് ചെയ്യുന്നു. നമ്മുടെ നാട്ടിൽ ലഹരി ഉപയോഗം വളരെ വ്യാപകമായി പടരുന്നുണ്ട്. നാട്ടിലെ ബാക്കി എല്ലാവരെയും പോലെ MLAയുടെയും MPയുടെയും ഭരണപക്ഷത്തിന്റെയും പ്രതിപക്ഷത്തിന്റെയും എന്ന് വിവേചനമില്ലാതെ മക്കൾ ഇതിലൊക്കെ പെട്ടുപോകുന്നുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കി അതിനെ ശക്തമായി പ്രതിരോധിക്കുന്ന നടപടി എടുക്കേണ്ടതിന് പകരം റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങളെ തെറി പറയുകയാണോ പരിഹാരം? 10 ഗ്രാം MDMAയുമായി പിടിയിലായാൽ മിനിമം 10 മുതൽ 20 വർഷം വരെയാണ് ശിക്ഷ. സ്വാഭാവികമായും വിചാരണ കഴിയുന്നതുവരെ ജാമ്യം ലഭിക്കില്ല. എന്നാൽ 130 ഗ്രാം കൊണ്ട് പിടിയിലായ ആളുകൾ വരെ എൻ്റെ കണ്ണിന്റെ മുന്നിൽ കൂടി 4 മാസം കഴിഞ്ഞപ്പോൾ പുറത്തിറങ്ങി നടക്കുന്നത് കാണാറുണ്ട്. പുറത്തിറങ്ങി പിന്നെയും നാട്ടുകാരെ വെല്ലുവിളിച്ച് ഇതേ കച്ചവടം ചെയ്യുന്നവരുണ്ട്. ലാബിൽ പരിശോധന നടത്തുമ്പോൾ MDMA ഒക്കെ കൂവപ്പൊടിയായി മാറുകയാണോ എന്ന് ഇതൊക്കെ കാണുമ്പോൾ സംശയമുണ്ട്. ഇത്തരം വിഷയത്തിലൊക്കെ കൃത്യമായ നിലപാടെടുക്കേണ്ട സർക്കാർ ഒരു ചുക്കും ചെയ്യാതെ നാട് ലഹരി പറുദീസയാക്കി കേരളത്തെ ഏറ്റവും വലിയ ഡ്രഗ് മാഫിയ കേന്ദ്രമാക്കി വളർത്തിയെടുക്കുന്ന നിഗൂഢ ശക്തികൾക്കെതിരെ ഒരു നടപടിയും എടുക്കാതെ കൊല്ലത്തിൽ ഒരിക്കൽ ഒരു ലഹരി വിരുദ്ധ ജാഥ നടത്തി അതിന്റെ പേരിൽ കുറച്ച് ലക്ഷങ്ങൾ ഖജനാവിൽ നിന്ന് എഴുതിയെടുക്കുക അല്ലാതെ എന്തു ചുക്കാണ് ചെയ്യുന്നത്? കേരളത്തിൽ ലഹരി സുലഭമായി ലഭിക്കുന്ന സാഹചര്യം ഇല്ലാതെയാക്കാത്ത കാലത്തോളം MLAയുടെ മകൻ മാത്രമല്ല നമ്മുടെയൊക്കെ വീടുകളിൽ കുട്ടികളടക്കം പലരും ഇതിലേക്ക് പെട്ടുപോകും. അതിനുള്ള സാഹചര്യം ഇല്ലാതാക്കാൻ ആവശ്യമായ കടുത്ത നടപടികൾ ആണ് ഉണ്ടാവേണ്ടത്. അത് ചെയ്യാതെ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങളെ തെറിയും ഭീഷണിയും നടത്തി നേരിട്ടാൽ ഇതൊക്കെ ഇനിയും ആവർത്തിക്കും. കേരളം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡ്രഗ് ഹബ്ബായി മാറും. ഇതാണ് വാസ്തവത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട എന്റെയും നിലപാട്. പ്രതിഭയുടെ മകനെ ലഹരി കേസിൽ പിടിച്ചു എന്നത് സെലിബ്രേറ്റ് ചെയ്യേണ്ട കാര്യമല്ല, എന്നാൽ അത് അവഗണിക്കേണ്ട കാര്യവുമല്ല. അതൊരു വാർത്ത തന്നെയാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പിന്നീട് ഇതിലേക്ക് ആഴത്തിൽ ഇറങ്ങേണ്ടി വന്നത് പ്രതിഭയുടെ ഒരു മര്യാദയുമില്ലാത്ത പ്രതിരോധവും ശാപവാക്കുകളും കൊണ്ടാണ്. അമ്മ എന്ന നിലയിൽ പ്രതിഭയ്ക്കുണ്ടാവുന്ന വിഷമം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരമ്മയും തൻ്റെ മകൻ ലഹരിയുടെ വക്കിലേക്ക് പോകുന്നത് അംഗീകരിക്കുകയോ സഹിക്കുകയോ ചെയ്യുന്ന കാര്യമല്ല, പ്രത്യേകിച്ച് സെലിബ്രിറ്റി സ്റ്റാറ്റസ് ചിന്തിക്കുന്ന ഒരു അമ്മയും. കാരണം ലഹരി ഒരു ആപത്താണ്. ഒരിക്കൽ ലഹരി ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ പോലും കഴിഞ്ഞെന്ന് വരില്ല. പ്രത്യേകിച്ച് അത് അപമാനമുണ്ടാക്കുന്ന സാഹചര്യത്തിലേക്ക് മാറിയാൽ സ്വാഭാവികമായും ആ കുട്ടിയുടെ ജീവിതത്തെ തന്നെ ബാധിച്ചെന്ന് വരാം. ഇവിടെ അതാണ് സംഭവിച്ചത്. പക്ഷേ തൻ്റെ മകൻ നിഷ്കളങ്കനും നീതിമാനുമാണ് എന്ന് വരുത്തി തീർക്കാൻ
വാർത്ത റിപ്പോർട്ട് ചെയ്തവരെ നേരിടും, ജയിലിലടയ്ക്കും, കഴുകന്മാർ, പച്ചമാംസം തിന്നുന്നവർ എന്നൊക്കെ പറയുന്ന ആ ധിക്കാരം, അതാണ് വാസ്തവത്തിൽ ഇത് ഇത്രയും വഷളാക്കാൻ കാരണം. ഇവിടെ നമ്മൾ സഹതാപത്തോടെ കാണേണ്ട ചില കാര്യങ്ങളുണ്ട്. വളരെ നേരത്തെ സാമൂഹ്യ ശ്രദ്ധ നേടിയ ഒരു വനിതാ നേതാവാണ് യു പ്രതിഭ. അവർക്ക് കേവലം 27 വയസ്സുള്ളപ്പോൾ 2005 അവർ ആദ്യമായി തകഴി ഗ്രാമപഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നു. അപ്പോൾ തന്നെ അവർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആവുന്നു. അതായത് 27ാമത്തെ വയസ്സിൽ പൊതുപ്രവർത്തനത്തിന് ഇറങ്ങുമ്പോൾ അവർ തകഴി ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആകുന്നു. വളരെ ഉയർന്ന ചിന്താഗതിയുള്ള അവർ ഒറ്റയ്ക്ക് ഒരു സ്ത്രീ എന്ന പരിമിതികളെ മറികടന്നുകൊണ്ട് പൊതുപ്രവർത്തകയാവുകയും ചെയ്തു. നമ്മുടെ നാട്ടിൽ അത് അത്ര എളുപ്പമുള്ള കാര്യമില്ല. സ്വാഭാവികമായും അവരെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാൻ പാർട്ടിക്കുള്ളിലും പുറത്തും ചില നീക്കങ്ങൾ നടന്നു. പക്ഷെ അവരതൊന്നും വകവെച്ചില്ല. അവർ തൻ്റെ ഇടത്തോടുകൂടി മുമ്പോട്ട് പോയി. അവരുടെ ഭർത്താവ് ഹരി, അദ്ദേഹം ഒരു സാംസ്കാരിക പ്രവർത്തകനും എഴുത്തുകാരനുമൊക്കെ ആയിരുന്നു. സാമൂഹ്യ പ്രവർത്തന രംഗത്ത് പ്രതിഭ മുന്നേറിയപ്പോൾ പ്രതിഭയും ഹരിയും തമ്മിലുള്ള അകലം വർദ്ധിച്ചു. പതിയെ പതിയെ അവർ വേർപിരിഞ്ഞ് ജീവിക്കാൻ തുടങ്ങി. ഹരി ഒരു KSEB ഉദ്യോഗസ്ഥനായിരുന്നു. പ്രതിഭയാവട്ടെ അടിവെച്ച് പൊതുപ്രവർത്തക എന്ന നിലയിൽ ഉയർന്നു. 2005 മുതൽ 2010 വരെ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന പ്രതിഭ 2010 പഞ്ചായത്തിലേക്കല്ല മത്സരിച്ചത്, നേരെ മറിച്ച് ജില്ലാ പഞ്ചായത്തിലേക്കാണ്. അവരവിടെ നിന്ന് തകഴി ഡിവിഷനെ പ്രതിനിധീകരിച്ചുകൊണ്ട് വിജയിക്കുന്നു. അവിടെയും അവസാനിക്കുന്നില്ല. ആ വർഷം ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആവുന്നു. അതോടെ അവർക്ക് ആലപ്പുഴ ജില്ലയിൽ മുഴുവൻ സ്വീകാര്യത കിട്ടുന്നു. CPMന്റെ വിഭാഗീയത അവിടെ ശക്തമാണെന്ന് ഓർക്കണം. ആ വിഭാഗീയതയുടെ ഇരയായി മാറുന്നു. അവർ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കപ്പെടുന്നു. പക്ഷേ 2016 അവർക്ക് നിയമസഭയിലേക്ക് സീറ്റ് കിട്ടുന്നു. കായംകുളത്ത് അവർ MLA ആയി ജയിക്കുന്നു. ഈ സമയത്ത് ആലപ്പുഴയിൽ നിന്നുള്ള 2 മന്ത്രിമാർ തമ്മിലുള്ള ഭിന്നത ശക്തമാണ്, തോമസ് ഐസക്കും G. സുധാകരനും. അതിൽ G. സുധാകരനും പ്രതിഭയും തമ്മിൽ ചില വഴക്കുണ്ടാവുന്നു. G. സുധാകരൻ പ്രതിഭയെ തന്റെ വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. ഇടയില്ലാത്തടത്ത് ഞെക്കിയിരുത്തുന്നു. ചില പരിപാടികളൊക്കെ നടക്കുന്നിടത്തേക്ക് വൈകി എത്തുന്ന സാഹചര്യം സൃഷ്ടിച്ചിട്ട് നേരത്തെ എത്തണമെങ്കിൽ മന്ത്രിയുടെ വണ്ടിയിൽ പോയാൽ മാത്രമേ പറ്റുമെന്ന് സാഹചര്യം ഉണ്ടാക്കുന്നു തുടങ്ങിയ ഗുരുതരമായ ആരോപണവുമായി പ്രതിഭ രംഗത്ത് വരുന്നു. മന്ത്രിയുടെ പേര് പറയാതെ കുള്ളൻ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് പൊക്കം കുറഞ്ഞ മന്ത്രി സുധാകരനെ അധിക്ഷേപിക്കുന്ന സാഹചര്യം അന്നുണ്ടാവുന്നു. പാർട്ടിക്കുള്ളിൽ വലിയ ചർച്ചയാവുന്നു. പക്ഷെ പ്രതിഭയുടെ കരിയറിനെ അത് ബാധിക്കുന്നില്ല. 2021 അവരെ തോൽപ്പിക്കാൻ വേണ്ടി G. സുധാകരൻ ശ്രമിച്ചു എന്ന ആരോപണമൊക്കെ അന്തരീക്ഷത്തിലുണ്ടായിട്ടും വീണ്ടും അവർ തെരഞ്ഞെടുക്കപ്പെടുന്നു. ഇപ്പോഴും അവർ MLA ആണ്. ഒരുപക്ഷെ അടുത്ത തവണ അവർ ജയിച്ചാൽ CPMന്റെ മന്ത്രിയായി എന്ന് വരാം. പാർട്ടിയുടെ മുതിർന്ന വനിതാ നേതാവായി വളർന്നെന്ന് വരാം. ഇതിനിടയിൽ അവർക്ക് വ്യക്തിപരമായി പല നഷ്ടങ്ങളും ഉണ്ടാവുന്നു. അവർക്കെതിരെയുള്ള സൈബർ ആക്രമണത്തിന് പാർട്ടിയിലെ തന്നെ ഒരു വിഭാഗം ചുക്കാൻ പിടിക്കുന്നു. അവർ മന്ത്രി സുധാകരനെതിരെ പലതവണ രംഗത്ത് വരുന്നു. പാർട്ടിയിൽ മുഖ്യമന്ത്രിയാവാൻ യോഗ്യതയുള്ള വനിതകളൊന്നുമില്ല എന്ന സുധാകരന്റെ പ്രസ്താവനയ്ക്കെതിരെ അവർ പരസ്യ കലഹം നടത്തുന്നു. ഇപ്പോൾ PV അൻവർ രംഗത്ത് വന്നപ്പോൾ അതിനെ ശരിവെച്ചുകൊണ്ട് അൻവറിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരുന്നു. ഇങ്ങനെ CPMലെ വിഭാഗീയതയുടെ ഇരയായി പലപ്പോഴും അവർ വില്ലൻ വേഷത്തിൽ എത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഈ സാഹചര്യങ്ങളുടെ ഒക്കെ ഇടയിൽ അവർക്ക് വലിയൊരു നഷ്ടം കൂടി സംഭവിക്കുന്നു. അവരുടെ ഭർത്താവുമായി പിരിയുന്നതിനുള്ള ഹർജി കോടതിയിൽ നിലനിൽക്കുമ്പോൾ ഭർത്താവ് ഹരി ആത്മഹത്യ ചെയ്യുന്നു. ആ മരണവും വാസ്തവത്തിൽ ലഹരിയുടെ സ്വാധീനത്തിൽപ്പെട്ടതായിരുന്നു. അദ്ദേഹം 3 പേജുള്ള ഒരു ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ചിട്ടാണ് ഹരി ആത്മഹത്യ ചെയ്യുന്നത്. ആ ആത്മഹത്യാക്കുറിപ്പിൽ അയാൾ പറഞ്ഞത് ഇങ്ങനെയാണ്: ലഹരിയാണ് എൻ്റെ ജീവിതത്തെ ഇല്ലാതാക്കിയത്. ഞാൻ പിൻവാങ്ങുകയാണ്. ആരോടും പരിഭവമില്ലാതെ, ആരോടും പരാതിയില്ലാതെ ഞാൻ മടങ്ങുകയാണ് എന്ന് കുറിച്ചു വെച്ചിട്ട് KSEBയുടെ ചുങ്കത്തറ സെക്ഷൻ ഓഫീസിലെ ക്വാർട്ടേഴ്സിൽ അദ്ദേഹം തൂങ്ങി മരിക്കുകയായിരുന്നു. വാസ്തവത്തിൽ കഴിഞ്ഞ കുറേ കാലമായി ഒറ്റപ്പെട്ട ജീവിതമായിരുന്നു. ഒരിക്കൽ പോലും ഭാര്യയ്ക്കെതിരെ ഒരു വാക്കുപോലും അയാൾ സോഷ്യൽ മീഡിയയിലോ പുറത്തോ പറഞ്ഞിട്ടില്ല. പ്രതിഭയും ഭർത്താവും തമ്മിലുള്ള ഭിന്നതകളെക്കുറിച്ച് പാർട്ടിക്കുള്ളിലെ സൈബർ അടിമകൾ പലതും പ്രചരിപ്പിച്ചെങ്കിലും, അവരെ മോശക്കാരിയാക്കുന്ന തരത്തിൽ പ്രചരണം നടത്തിയെങ്കിലും ഒരിക്കൽ പോലും അതിനെ എൻഡോസ് ചെയ്യുകയോ അത് ഏറ്റുപിടിക്കുകയോ അവരെ മോശക്കാരിയാക്കാൻ ശ്രമിക്കുകയോ ഒന്നും ഈ ഭർത്താവ് ഹരി ചെയ്തിട്ടില്ല. അയാൾ ആരോടും പരിഭവമില്ലാതെ സ്വയം ജീവിതം അവസാനിപ്പിച്ച് മടങ്ങി. വാസ്തവത്തിൽ തൻ്റെ ഭർത്താവ് ലഹരിക്ക് അടിമപ്പെട്ട് ആത്മഹത്യ ചെയ്തതിൻ്റെ ട്രൗമ വിവാഹമോചനത്തിന് ശ്രമിച്ചുകൊണ്ടിരുന്നാൽ പോലും ഒരു സ്ത്രീ എന്ന നിലയിൽ അവർക്കുണ്ടാവാതിരിക്കില്ല. അതിന്റെ തുടർച്ചയായി മകൻ ലഹരി കേസിൽ പിടിക്കപ്പെട്ടു എന്ന് വരുമ്പോൾ അവർക്ക് സ്വാഭാവികമായും ഉണ്ടാവുന്ന ഒരു വല്ലാത്ത വേദനയും ദുഃഖവും ഒക്കെ ഉണ്ട്. അതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നറിയാത്തതിന്റെ പ്രശ്നവുമുണ്ട്. അതുകൊണ്ടാവാം അവരിങ്ങനെ വഷളാക്കിയത്.
അതുകൊണ്ട് കുറച്ചുകൂടി സഹതാപം അവരോടാകാം. ഒരു സ്ത്രീ പൊതുപ്രവർത്തകയായി വരുമ്പോൾ സ്വാഭാവികമായും വേട്ടക്കാരുടെ എണ്ണം കൂടുക പതിവാണ്. പ്രത്യേകിച്ച് വളരെ ചെറുപ്പം മുതലേ അവർ ഉന്നത പദവിയിലെത്തുമ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും 2 തവണ MLA ഒക്കെ ആയ അവർക്കിപ്പോഴും 47 വയസ്സ് മാത്രമേ ഉള്ളൂ എന്നതുകൊണ്ട് തന്നെ അവർ പലരുടെയും ഉറക്കം കെടുത്തും. അവരുടെ രാഷ്ട്രീയ ഭാവിയെ ഇവരൊരു തടസ്സമാകുന്നത് കൊണ്ട് അവസാനിപ്പിക്കാനുള്ള ശ്രമവും ഉണ്ടാവും. ആ ഒരു സഹതാപവും അനുകമ്പയും നമ്മൾ പ്രതിഭയോട് കാട്ടേണ്ടതുണ്ട്. പൊതുപ്രവർത്തക എന്ന നിലയിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായപ്പോഴും വ്യക്തിപരമായ ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു സ്ത്രീയാണ്. അതുകൊണ്ടാവാം ഈ പ്രതിസന്ധിയെ കൈകാര്യം ചെയ്തതിൽ അവർക്ക് പാളിച്ച ഉണ്ടായത്. അതുകൊണ്ട് വിട്ടുകളയാം. അവരവരുടെ പൊതുപ്രവർത്തന ജീവിതവുമായി മുമ്പോട്ട് പോവട്ടെ. കൂടുതൽ വഷളാക്കാതെ എല്ലാവരും അവനവന്റെ കാര്യത്തിലേക്ക് മടങ്ങുന്നതായിരിക്കും ഉചിതം.